ഡിഗ്രി ജീവിതം അവസാനിച്ചപ്പോൾ മാളവികയ്ക്ക് ഒരു കാര്യമാണ് വ്യക്തമായത്. ജീവിതം ആരെയെങ്കിലും കണ്ടെത്താനുള്ള യാത്രയല്ല, സ്വയം കണ്ടെത്താനുള്ള യാത്രയാണ്. അവൾ തന്റെ സമയത്തെയും സ്വപ്നങ്ങളെയും ഇനി മറ്റാരുടെയും വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായിരുന്നില്ല. ശാന്തമായി അവൾ തന്റെ വഴിയിലേക്ക് നടന്നു തുടങ്ങി. സമയം മുന്നോട്ടുപോയി. പുതിയ പഠനങ്ങൾ, പുതിയ ലക്ഷ്യങ്ങൾ മാളവികയുടെ ജീവിതത്തിൽ നിറഞ്ഞു. PGDCA, CSI, ഗ്രാഫിക് ഡിസൈൻ. അവൾ പഠിച്ചത് സർട്ടിഫിക്കറ്റുകൾക്കായി മാത്രമല്ല, സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനായിരുന്നു. ഓരോ ദിവസവും അവൾ ഇന്നലേക്കാളും ശക്തയായി. ഇന്റർനാഷണൽ MOS പരീക്ഷയിൽ അവൾ മികച്ച വിജയം നേടി. 1978 മാർക്ക്. അതൊരു മാർക്ക് മാത്രമല്ല, അവളുടെ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. കാലം മുന്നോട്ടു പോയപ്പോൾ അവളുടെ സുഹൃത്തുക്കളുടെ ജീവിതവും പുതിയ വഴികളിലേക്ക് നീങ്ങി. ഗോപികയുടെയും വിഷ്ണുമായയുടെയും വിവാഹങ്ങൾ സന്തോഷത്തോടെ അവൾ അവരുടെ കൂടെയുണ്ടായിരുന്നു. നിങ്ങൾ സന്തോഷായാ മതി, അതാണ് എനിക്ക് സന്തോഷം. സമയം കടന്നുപോയപ്പോൾ ജീവിതം ഓരോരുത്തർക്കും പുതിയ സന്തോഷങ്ങൾ നൽകി. ഒരു ദിവസം ഗോപികയുടെ മെസ്സേജ് വന്നു. അവൾ അമ്മയാകാൻ പോകുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം വിഷ്ണുമായയും അതേ സന്തോഷവാർത്ത പങ്കുവച്ചു. സുഹൃത്തുക്കളുടെ ജീവിതം മാറിയെങ്കിലും അവരുടെ സൗഹൃദം മാറിയില്ല. നീ ആന്റിയാകാൻ പോകുന്നല്ലോ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ലതികയുടെ ഫോൺ കോൾ. അവളുടെ എൻഗേജ്മെന്റ് നിശ്ചയിച്ചു. ഈ തീരുമാനം ശരിയാണോ എന്ന് മാളവിക ചോദിച്ചു. അതെ, ഞാൻ സന്തോഷവതിയാണ് എന്ന മറുപടി കേട്ടപ്പോൾ ഒരു നല്ല സുഹൃത്തുപോലെ മാളവിക അവളുടെ സന്തോഷത്തെ ചേർത്ത് പിടിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലതികയുടെ എൻഗേജ്മെന്റ് ദിനമെത്തി. മാളവികയും ഗോപികയും ഐഷുവും അവളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവിടെയുണ്ടായിരുന്നു. ജീവിതം എല്ലാവരെയും വ്യത്യസ്ത വഴികളിലേക്ക് കൊണ്ടുപോയെങ്കിലും മാളവിക തന്റെ വഴിയിൽ മുന്നോട്ടുപോയി. അവൾക്ക് വലിയ സന്തോഷം നൽകിയത് അമ്മയുടെ പിന്തുണ, സഹോദരിയുടെ സ്നേഹം, വീട്ടിലെ പെറ്റ്, അത് അവളുടെ കുഞ്ഞുങ്ങൾ. ചോദിച്ചു, നിനക്ക് ജീവിത പങ്കാളി വേണ്ടേ? അവൾ ചിരിച്ചു പറഞ്ഞു, എനിക്ക് എന്നെ നഷ്ടപ്പെടുത്താത്ത ജീവിതം മതി. എനിക്ക് ഞാൻ തന്നെ മതി. ജീവിതം ചിലപ്പോൾ നമ്മളെ നിർത്തി ചിന്തിപ്പിക്കും. എല്ലാവർക്കും വേണ്ടി ജീവിച്ചിരുന്ന ഒരാൾ ഒരു ദിവസം തന്റെ വേണ്ടി ജീവിക്കാൻ പഠിക്കുന്നു. അതാണ് മാളവികയുടെ യാത്രയുടെ പുതിയ തുടക്കം.